ഈ വീഡിയോ ഓപ്പൺ ആക്കിയവര് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള ബ്രൗസർ ആയിട്ടുള്ള മോസില്ല ഫയർഫോക്സോ ക്രോമോ ഓപ്പേറയോ ഏതോ ആവട്ടെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഡിസേബിൾ ചെയ്ത് കളയാം. ബിക്കോസ് നിങ്ങൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് നീവയാണ്. നീവ എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗസറാണ്. ഈ ബ്രൗസർ നോർമൽ ഗൂഗിൾ ക്രോമോ ഓപ്പേറയൊക്കെ പോലെയല്ല. ഈ ബ്രൗസറിൻ്റെ പ്രത്യേകത നിങ്ങൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് ഏറ്റവും വെരിഫൈഡ് ആയിട്ടുള്ളതും ആഡും കാര്യങ്ങളും കോപ്പും കുടച്ചക്രവും ഒന്നും ഇല്ലാതെ ക്ലീൻ ആയിട്ട് കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരും. ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. നിങ്ങൾ ഹൗ ടു മേക്ക് എഗ് ഫ്രൈ എന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രോമിലൂടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എഗ് ഫ്രൈ എവിടെ കിട്ടും, എഗ് ഫ്രൈ റെസിപ്പി, എഗ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നുള്ള വീഡിയോസ് അങ്ങനെ ഇങ്ങനെ വരും. എന്നാൽ നിങ്ങൾ നീവ ഉപയോഗിച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് വെരിഫൈഡ് ആയിട്ടുള്ളതും അഡ്വർടൈസ്മെന്റ് ഒന്നും തന്നെ ഇല്ലാത്ത റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ക്ലീൻ ആയിട്ടുള്ള റിസൾട്ട്. നിങ്ങൾ അറിയാണ്ട് പോലും ഒരു അഡ്വർടൈസ്മെന്റിൽ കയറി ക്ലിക്ക് ചെയ്യില്ല. രണ്ടാമത്തത്, നിങ്ങളുടെ സെർച്ചും നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഈവൻ പാസ്വേഡ് സേവ് ചെയ്താൽ പോലും 100% എന്തായിരിക്കും, സെക്യൂർ ആയിരിക്കും. ബൈ ദ വേ, നീവ എനിക്ക് സ്പോൺസർ ഒന്നും ചെയ്തിട്ടില്ല, പൈസ ഒന്നും തന്നിട്ടില്ല. പക്ഷേ ഈ ഒരു ആപ്പിൻ്റെ കോൺസെപ്റ്റ് ദാറ്റ് ഈസ് വണ്ടർഫുൾ. അടുത്ത ആപ്പിലേക്ക് പോവാം. വൈഡാർ എന്തോന്ന് അറിയാമോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ഒരു 3D മോഡൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചിട്ട് പറയും. അതായത് ലൈഡാർ ഫീച്ചർ ഇല്ലാത്ത പല ഫോണുകൾക്കും ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാൻ പറ്റും. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിനെ സ്കാൻ ചെയ്യണമെന്നിരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ ഈ അവർ ഗ്ലാസ് ആണ്. ഇത് അവറൊന്നുമില്ല, മിനിറ്റ് ഗ്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. മിനിറ്റേ ഉള്ളൂ. ഈ മിനിറ്റ് ഗ്ലാസ്സിനെ നമുക്ക് 3D ആക്കണമെന്നിരിക്കട്ടെ. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ കൊണ്ട് എവിടെയെങ്കിലും ഒരു നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് വയ്ക്കുക. എന്നിട്ട് വൈഡർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ന്യൂ സ്കാൻ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? അവർ പറയുന്ന രീതിയിൽ സ്കാൻ ചെയ്യണം. അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ചുറ്റും നടക്കാൻ പറ്റണം. അതായത് ഇങ്ങനെ ഫോട്ടോ എടുത്തെടുത്താണ് പോകാനുള്ളത്. 360 ഡിഗ്രിയിൽ ചുറ്റും നടന്ന് ഒരു 40 ഫോട്ടോ എടുക്കണം. ആ 40 ഫോട്ടോനെ ഇവർ അനലൈസ് ചെയ്തതിന് ശേഷം ഒരു 3D സബ്ജക്റ്റ് ആക്കി തരും. ഈ 3D സബ്ജക്റ്റിനെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ നോക്കാൻ പറ്റും. അതിനകത്ത് കുറച്ച് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് മാറ്റം വരുത്താം. ഒരു കൊമ്പും ഒരു കുടച്ചക്രവും ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇതിനകത്ത് പറ്റും. ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3D ഒക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഉപകാരപ്രദമായേക്കാം. ഇല്ലെങ്കിൽ ചുമ്മാ സമയം കളയാം. കൊഡോറ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. ചില ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമുക്ക് മെനു കാർഡ് കിട്ടുന്ന കണ്ടിട്ടുണ്ട്. അതായത് മറ്റേ പേപ്പറൊന്നും കൊണ്ട് തരൂല, ഒരു QR കോഡ് കൊണ്ടുവരും. നമ്മൾ ഫോൺ വെച്ചിട്ട് ആ QR കോഡ് സ്കാൻ ചെയ്ത് മെനു കണ്ടോണം. അതേപോലെ നിങ്ങൾക്ക് പല കാര്യങ്ങളും QR കോഡിലാക്കാം. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഐ ലവ് യു ചെല്ലമ്മ അല്ല തങ്കമ്മ, ഐ ലവ് യു തങ്കമ്മ കുട്ടി എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് എഴുതിയതിന് ശേഷം അതിനെ QR ആക്കാൻ പറ്റും. ജസ്റ്റ് ചെയ്യേണ്ടത് കൊഡോറ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഓപ്പൺ ആക്കുക. ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് പല ഫീച്ചേഴ്സ് ഉണ്ട്. ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് QR കോഡ് എടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ്, ആപ്പ്, വൈഫൈ, കോണ്ടാക്ട്, ഇവന്റ്, സ്ഥലം ഇതേപോലുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് QR കോഡായിട്ട് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് ടെക്സ്റ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഐ ലവ് യു ചെല്ലമ്മ തങ്കം എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു QR കോഡ് കിട്ടും. അതിനെ ഒരു പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന് കൊടുത്തിട്ട് സ്കാൻ ചെയ്തോടി മുത്തേ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്കാൻ ചെയ്തിട്ട് ആ മെസ്സേജ് വായിക്കും. രണ്ടാമത്, ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്പിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഇങ്ങനെ QR ആക്കാൻ പറ്റും. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്? QR സ്കാൻ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു നല്ല ആപ്ലിക്കേഷനാണ്. ചിലപ്പോൾ ഉപകാരപ്രദമാവോടെ. വാൾഫീവർ, അതായത് ചുമരിന് പനി വന്നു, എന്ത് ചളി. ഞാൻ 2023 യൂസ് ചെയ്ത ബെസ്റ്റ് വാൾപേപ്പർ ആപ്പ്. ഒരു രക്ഷയില്ലാത്ത വാൾപേപ്പേഴ്സ്. ലൈക്ക് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വാൾപേപ്പറിൻ്റെ ക്വാളിറ്റി. നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടും, അല്ലെങ്കിൽ വാൾപേപ്പേഴ്സ് കിട്ടും. എല്ലാം യുണീക്ക് ആയിട്ടുള്ളതാണ്. നമ്മൾ പലയിടത്തും കണ്ട് മടുത്ത സാധനങ്ങളൊന്നുമല്ല. ഇതിൻ്റെ അകത്തുള്ള വാൾപേപ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ടാണ് പറ്റുക. അതായത് പൈസ കൊടുത്ത് വാങ്ങണം. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാന്നിരിക്കട്ടെ, നിങ്ങളൊരു 30 സെക്കൻഡുള്ള ആഡ് കണ്ടാൽ മതി, നിങ്ങൾക്ക് ആ വാൾപേപ്പർ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ലൈഫിലെ ഒരു 30 സെക്കൻഡ് സ്പെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാൾപേപ്പർ ഏതാണോ അതും സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അടിപൊളി ആപ്പാണ്, ട്രൈ ചെയ്ത് നോക്കാം, മസ്റ്റ് ട്രൈ. പലരും നമ്മുടെ കഴിഞ്ഞ ആപ്പ് സീരീസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന വാൾപേപ്പർ ഇല്ല എന്നൊക്കെ വാൾപേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളൊരു കുഴിമടിയനാണെന്നുണ്ടെങ്കിൽ മിൽക്കി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. ഈ ആപ്പിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ആപ്പ് ഓപ്പൺ ആക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട്. അതായത് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും വരില്ല. ഇതോ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്നങ്ങ് പഠിക്കാം, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷനാണ് നമ്മുടെ ഫോണെന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പം കുളിച്ച് ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യം പോയി എടുക്കുന്നത് ഫോണാണ്, ടവലിന് പകരം. ടവലിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ഫോണായി മാറിയിട്ടുണ്ട്. ഇത് ആരുടെ ലൈഫ് സ്റ്റോറിയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ ഇത്രയും ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനത്തെ
കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മിൽക്ക് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അവിടെ സ്റ്റാർട്ട് ബട്ടൺ കാണാനായിട്ട് പറ്റും. നിങ്ങൾ എപ്പോഴാണോ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ടൈമർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഏറ്റവും അടിപൊളി പരിപാടി എന്താണെന്നറിയാമോ? എത്രത്തോളം സമയം നിങ്ങൾ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ പെർക്കുകൾ കിട്ടും. സ്നാപ്ചാറ്റിലുള്ള സ്ട്രീക്ക് ഇല്ലേ, അതേപോലെ നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നോ നിങ്ങൾക്ക് ഓരോ സ്റ്റാറുകൾ ഏൺ ചെയ്യാൻ പറ്റും. അത് വെച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് ഓരോ സർപ്രൈസുകൾ അൺലോക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് സർപ്രൈസും കിട്ടും. സെറ്റല്ലേ? അടിപൊളി ആപ്പാണ്, ട്രൈ ചെയ്യുക. ഈ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എവിടെയെന്ന് എൻ്റെ അടുത്ത് ആരും ചോദിക്കേണ്ട, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിന്നും കൂടി ചെയ്തു വെച്ചിരിക്കാം. ഇനി ഐഫോൺ യൂസേഴ്സ് വിഷമിക്കൊന്നും വേണ്ട. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ കുറച്ച് ട്രിക്കുകൾ കണ്ടിട്ട് വാ, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.